എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് നോക്കുന്നത്. അതായത് വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റേർഡ്. നമ്മൾ വെർമിസെല്ലി വെച്ചിട്ട്, അതായത് സേമിയ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ സേമിയോ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഉപ്പുമാവ്. സേമിയോ പായസം പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. സേമിയോ ഉപ്പുമാവ് വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ സേമിയ ഉപയോഗിച്ചിട്ട് പാലും വേണം, കസ്റ്റർഡ് പൗഡറും വേണം. മെയിൻ ഇൻഗ്രീഡിയൻസ് അതൊക്കെയാണ്. പഞ്ചസാര പിന്നെ നമ്മൾ ചേർക്കണമല്ലോ, എന്തെങ്കിലും ഡെസേർട്ട് ആകുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കണം. അങ്ങനത്തെ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സമയം മതി. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കുകയും വേണം. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം. ആപ്പിളോ പഴമോ അങ്ങനെ പിന്നെ ഗ്രേപ്സോ എന്ത് വേണമെങ്കിലും നമുക്കിടാം. പിന്നെ നട്ട്സ്, നമ്മുടെ കയ്യിൽ നട്ട്സോ ബദാമോ പിസ്തയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രൂട്ട് കസ്റ്റേർഡ് എങ്ങനെ നമുക്ക് വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റേർഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ ഡിന്നർ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡെസേർട്ടാണ്. നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സ്ലൈറ്റ് ബ്രൗണായി വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കാം, അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ അടുപ്പത്തേക്ക് തന്നെ പാല് കാച്ചി എടുക്കണം. ഇത് 1/2 ലിറ്റർ പാലുണ്ട്. ഇതൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ പാലിവിടെ തിളച്ചു വരുന്നുണ്ട്. പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. സേമിയ ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്ക്. സേമിയ ഇതിൽ കിടന്ന് തിളച്ച് വേവണം. സേമിയ വെന്തോന്ന് നമുക്കൊന്ന് നോക്കണേ. വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ഞാനൊരു 1.5 ടീസ്പൂൺ പാലിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ടയില്ലാതെ നല്ലപോലെ ഡിസോൾവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് കുറുകി വരണം. അതിന് മുൻപായിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനിയും വീണ്ടും ഇളക്കി കൊടുക്കണം. ഒരുപാട് മധുരം വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട്, അപ്പം അതുകൊണ്ടൊരു മീഡിയം മധുരം അത്ര മതി. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. എന്നിട്ട് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പം
ഇനി ഇത് നമുക്കൊരു പ്ലേറ്റ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചു. എന്നിട്ട് ഗ്ലാസ് ബൗളിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിള്, ഡേറ്റ്സ്, പിന്നെ പഴം ഉണ്ടെങ്കിൽ അത് ഏത് വേണമെങ്കിലും ചേർക്കാം, പോമോഗ്രാനേറ്റ്, അതെല്ലാം ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് മുകളിൽ കുറച്ച് നട്ട്സും ബദാം, പിസ്തയൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നത് അതും ആഡ് ചെയ്ത് കൊടുത്തു. ഏറ്റവും മുകളിലായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.